ഏലിയ സ്ലീവ മൂശക്കാലം 7-ാം ഞായർ സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? ആരാണ് വലിയവൻ എന്ന ഒരു തർക്കം ലോകാരംഭം മുതലേ നിലനിന്നിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ചരിത്രത്തിലെ പല സംഭവങ്ങളും വലിയവനാകാനുള്ള പലരുടെയും ശ്രമങ്ങളുടെ ഫലമായിട്ടാണ്, അവയുടെ അനന്തരഫലങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. സമ്പത്ത്, അധികാരം, വിദ്യാഭ്യാസം, സൗന്ദര്യം, സ്വാധീനം, കുടുംബമഹിമ, ഇവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ പലതോ ഒക്കെയാണ് വലിപ്പത്തിൻ്റെ മാനദണ്ഡങ്ങളായി പലരും ഇന്നും കാണുക. അങ്ങനെ കാണുന്നവർ ധാരാളമാണ്. ശിഷ്യന്മാരുടെ ഇടയിലും ഈ ഒരു പ്രശ്നമുണ്ടായി. ആരാണ് വലിയവൻ എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉടലെടുത്തു. വിശുദ്ധ ലൂക്ക, വിശുദ്ധ മർക്കോസ് എന്നീ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് ഈശോ തൻ്റെ പീഡാനുഭവ പ്രവചനങ്ങൾ നടത്തിയ ശേഷമാണ് ഈ തർക്കം അവരുടെ ഇടയിൽ ഉടലെടുത്തതായി നാം കാണുക. അവർ തങ്ങൾ വലിയവൻ ആരാണ് എന്ന് പരസ്പരം തർക്കിച്ചു. ഈശോ അവരെ വിളിച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഉത്തരം നൽകുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ചിന്താഗതിയെ ഒന്ന് മാറ്റിമറിക്കുന്നതിനായിട്ട് അവിടുന്ന് പരിശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ആരാണ് വലിയവൻ, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്ന ചോദ്യം അത്ര ശരിയായൊരു ചോദ്യമല്ല. കാരണം സ്വർഗരാജ്യത്തിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല, സ്ഥാനമാനങ്ങളില്ല, ഭൗമികമായ അത്തരം മാനദണ്ഡങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതൊന്നും മനസ്സിലാക്കാതെയാണ് ശിഷ്യന്മാർ ഈശോയോട് അത്തരമൊരു ചോദ്യം ചോദിക്കുക. ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിനോ അവയുടെ അർത്ഥം ഗ്രഹിക്കുന്നതിനോ അവർക്ക് കഴിഞ്ഞില്ല. സ്ഥാനലബ്ധിയും സ്വാർത്ഥ താല്പര്യങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അവർ സ്വാർത്ഥതയുടെ കാട്ടുപാതയിൽ അവസാനിക്കാതെ സ്വർഗരാജ്യത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്. കർത്താവ് അവരെ പഠിപ്പിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിനായി അവിടുന്ന് അവരോട് ഒരു ഉപമ പറയുകയാണ്. ഈശോ പറഞ്ഞിട്ടുള്ള ഉപമകൾ പലതും കഥകളോ അല്ലെങ്കിൽ പ്രകൃതിയിലെ ചില ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടോ ഒക്കെയായിരുന്നു. എന്നാൽ ഇവിടെ ഈശോ ജീവനുള്ള ഒരു ഉപമ, ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തിക്കൊണ്ടാണ് പറയുക. ശിശു തന്നെയാണ് ഇവിടെ ഉപമ. നമുക്കറിയാം, ഈശോയ്ക്ക് ശിശുക്കളെ വളരെ ഇഷ്ടമായിരുന്നു. ഈശോയുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ച ശിശുക്കളെ തടയാൻ ശ്രമിച്ച ശിഷ്യന്മാരെ ഈശോ ശകാരിക്കുന്നുണ്ട്. അവരോട് ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ തടയേണ്ട, അവരെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. ഈശോ ചിരിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതായി നാം കാണുന്നില്ല. പക്ഷേ ഈശോ ചിരിച്ചിട്ടുണ്ടാവണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വചനത്തിൽ നാം വായിക്കുന്നു, അവിടുന്ന് ശിശുക്കളെ എടുത്ത് അവരെ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ എടുത്ത് അനുഗ്രഹിച്ച അവസരത്തിൽ തീർച്ചയായിട്ടും ഈശോ ചിരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ യഹൂദ പശ്ചാത്തലം, ശിശുക്കളോടുള്ള സമീപനത്തിലെ യഹൂദ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യഹൂദരുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്, പ്രഭാതത്തിലെ ഉറക്കം, ഉച്ചസമയത്ത് വീഞ്ഞു കുടിക്കുക, കുട്ടികളോട് കിന്നാരം പറയുക, പൊതുസ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയുക, ഇവ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്നുവെന്ന്. കുട്ടികളോട് കിന്നാരം പറയുന്നതും ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന ഒന്നായിട്ടാണ് അവർ കണ്ടിരുന്നത്. റോമൻ, യഹൂദ, ഗ്രീക്ക് സംസ്കാരങ്ങളിൽ കുട്ടികളെ നൈർമല്യത്തിൻ്റെയോ നിഷ്കളങ്കതയുടെയോ പര്യായങ്ങളായി അവർ കണ്ടിരുന്നില്ല. പകരം നിസ്സാരതയുടെ പ്രതീകങ്ങളായിട്ടാണ് അവർ കുട്ടികളെ കണ്ടിരുന്നത്. യഹൂദ ദമ്പതികൾ, റോമൻ ദമ്പതികൾ ഇവരൊക്കെ കുട്ടികളെ ദത്തെടുത്തിരുന്നത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമായിരുന്നു. യഹൂദ സംസ്കാരത്തിലേക്ക് നാം നോക്കുമ്പോൾ കൂടുതലായും കാണുക 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവർ കുടുംബത്തിൽ പ്രാധാന്യം നൽകുന്നു. അതിന് താഴെയുള്ള കുട്ടികൾ, ശിശുക്കൾ, അവരെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി പിതാവിൻ്റെ സ്വത്ത് എന്ന നിലയിലാണ് അവർ പരിഗണിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ ശിശുക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്, അവരെ സ്നേഹിക്കുന്നത്, അവരുടെ മാഹാത്മ്യം ഉയർത്തിക്കാണിക്കുന്നത്. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആര് എന്ന് തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നതിനായി ഈശോ ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തി ആദരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവനെ പോലെയുള്ളവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന്. അവിടുന്ന് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങൾ നാം പ്രത്യേകമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, മാനസാന്തരം. മാനസാന്തരം എന്നാൽ നാം ആയിരിക്കുന്ന പാതയിൽ നിന്നും തിരിച്ചു വരിക എന്നതാണ്. മനസ്സിന് മാറ്റമുണ്ടാവുക.
മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ ഉപമ അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ ധൂർത്തപുത്രൻ വീട്ടിൽ തിരിച്ചു കയറിയപ്പോൾ സന്തോഷവാനായി. എന്നാൽ എന്തുകൊണ്ട് ആ സന്തോഷം അവന് ആദ്യം അനുഭവിക്കുന്നതിനായിട്ട് സാധിച്ചില്ല? അവൻ മുമ്പ് തന്നെ ആ വീട്ടിലെ അംഗമായിരുന്നുവല്ലോ. അന്ന് അവന് ഇല്ലായ്മയുടെ അനുഭവം ഉണ്ടായിരുന്നില്ല. ഇല്ലായ്മയുടെ അനുഭവം ഉണ്ടായപ്പോഴാണ് അവൻ ഒരു സത്യം മനസ്സിലാക്കിയത്, ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നാം ദൈവത്തെയും സഹോദരങ്ങളെയും ആശ്രയിക്കേണ്ടതുണ്ട് എന്ന സത്യം. ആ ദൈവാശ്രയത്വം അത് ശിശുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ശിശുക്കൾ തങ്ങളുടെ മാതാപിതാക്കളെ, മുതിർന്നവരെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവാശ്രയബോധത്തിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട് ഈ മാനസാന്തരം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. രണ്ടാമതായി നാം പരിഗണിക്കുക ശിശുക്കളുടെ വിനയം, അവരുടെ നിഷ്കളങ്കത ഇവയാണ്. നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്ന് ഈശോ പറയുമ്പോൾ ശിശുക്കളുടെ പോലെയുള്ള വിനയം, നൈർമല്യം ഇവ നമുക്കുണ്ടാകണം എന്ന് ഈശോ അവിടെ ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരാണ്. മാലാഖമാരും ദൈവവും സ്വർഗവും ഒക്കെ അവർക്ക് കളിക്കൂട്ടുകാരെ പോലെയാണ്. അവരുടെ ഇടയിൽ വലിയ ചിന്തകളോ വലിയ തത്വങ്ങളോ ഒന്നുമില്ല. അവരുടെ ലോകം വളരെ ലളിതമാണ്. തങ്ങളെ സ്നേഹിക്കുന്നവരെ അവർ വിശ്വസിക്കുന്നു. ഈശോയുടെ മടിത്തട്ടിലിരുന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതിനോ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നതിനോ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനോ യാതൊരു മടിയും ഇല്ല. തത്വചിന്തകനായ ജോൺ ലോക്ക് പറയുന്നത്, നമുക്ക് ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണെന്നാണ്. ആ ക്ലീൻ സ്ലേറ്റിൽ പിന്നീടാണ് ഓരോന്നൊക്കെ എഴുതപ്പെടുക. അനുഭവങ്ങളിലൂടെയും വിദ്യാഭ്യാസങ്ങളിലൂടെയും പലവിധ ബന്ധങ്ങളിലൂടെയും പലതും അവിടെ എഴുതപ്പെടുന്നു. അവിടെ എഴുതപ്പെട്ടു പോയ മലിനത നിറഞ്ഞ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, പാപം നിറഞ്ഞ കാര്യങ്ങൾ മാറ്റുന്നതിന്, നൈർമല്യം നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകുന്നതിന് ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും ഈശോ ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചെറുതാകുന്നതിലെ വലുതാകൽ. കാരണം ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന് ഈശോ പറയുന്നുണ്ട്. സ്വർഗ്ഗരാജ്യത്തിലെ വലിയവൻ ശിശുവിനെ പോലെ ചെറുതാകണം. വലിയവനാകാനുള്ള പ്രലോഭനം ഈശോയ്ക്ക് തന്നെയും ധാരാളമായും ഉണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പിശാച് ഈശോയെ പരീക്ഷിക്കാനായി വരുന്നു. കല്ലുകളെ അപ്പമാക്കി അത്ഭുതം കാണിക്കാനും ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആളുകളെ അമ്പരപ്പിക്കാനും അതുപോലെ തന്നെ പിശാചിനെ ആരാധിച്ച് ലോകത്തിലെ സകല രാജ്യങ്ങൾ സ്വന്തമാക്കുവാനും ഈശോയ്ക്ക് പ്രലോഭനങ്ങളുണ്ടായി. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രലോഭനങ്ങൾ ഈശോയ്ക്കുണ്ടായി. നമുക്കും നേട്ടങ്ങൾക്കായുള്ള പ്രലോഭനങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ ധാരാളമാണ്. എന്നാൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയുണ്ട്. ദൈവമായിരുന്നിട്ടും അവിടുന്ന് സ്വയം താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി അവിടുന്ന് വിനയത്തിൻ്റെ വലിയ മാതൃക കാണിച്ചു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ അവസരത്തിൽ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത, ശിശുക്കളെപ്പോലെ വിനീതരാവുക, സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാകുന്നതിനായി ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരാവുക എന്നതാണ്. ഈശോയുടെ ഈ വാക്കുകളെപ്പറ്റി നാം ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. നമുക്ക് ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ നമ്മുടെ കഴിവിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സമ്പത്തിൽ, ഇവയിലാണോ നാം ആശ്രയിക്കുക? തീർച്ചയായിട്ടും പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായിട്ട്, കർത്താവിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കഴിവുകളെയും ബന്ധങ്ങളെയും ആശ്രയിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം നമുക്ക് നൽകിയ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ചെറുതാകാനായി മടിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം എന്തൊക്കെയോ ആണ് എന്ന് നാം വിചാരിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്തരം നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ശിശുസഹജമായ നൈർമല്യവും ദൈവാശ്രയ ബോധവും വളർത്തുന്നതിന് ഇന്നത്തെ ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.